ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ കേൾക്കാം. ഇന്നത്തെ പത്തരമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 23/4/25 കഥയാണ്. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നവ്യയ്ക്ക് നല്ലൊരു ഗിഫ്റ്റൊക്കെ കൊടുന്നു കൊടുക്കണം, ഒരു മോതിരമൊക്കെ കൊടുന്നു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നവ്യയുടെ ആ സന്തോഷമാണ് ഇന്നത്തെ തുടക്കം കാണിക്കുന്നത്. അപ്പോൾ അബിയോട് ഇങ്ങനെ പറയാണ്, പിന്നെ നിനക്ക് ഈ സമ്മാനം നാളെ കൊണ്ടുവന്ന് തന്നാൽ പോരെ എന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ ഞാൻ നാളെയും വരാമെന്ന് പറയും. നാളെ വരുമോ ചോദിക്കും. അപ്പോൾ പറയും, നോക്കട്ടെ, ചിലപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ പറയും, നിനക്ക് സന്തോഷമായി ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, പക്ഷേ നീ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നാലേ എനിക്കിപ്പോൾ സന്തോഷമാണ് അബി. കാരണം ഇപ്പോൾ സ്വർണ്ണത്തിനെയും പണത്തിനെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു നവ്യ ഉണ്ടായിരുന്നു, ആ നവ്യ മരിച്ചു പോയി. ഇപ്പോൾ നിൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക് എന്നറിയും. അപ്പോൾ അബി പറയും, നീ പോന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, നിന്നോട് ഞാൻ തമ്മിൽ തല്ലും വഴക്കൂടൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ റൂമിൽ ഞാൻ ചെല്ലുമ്പോൾ നീ ഇല്ലാത്തതിൻ്റെ ആ കുറവ് ശരിക്കും കാണാണ്ട് നവ്യെ, എനിക്ക് നല്ല സങ്കടം തോന്നും ചില സമയത്ത് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വരും നിന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമാവില്ലല്ലോ എന്നറിയും നവ്യ. അപ്പോൾ അറിയും, അമ്മയുടെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ ആദർശേട്ടപ്പം നയനടുത്തിയോട് ഇഷ്ടമാണെങ്കിലും അമ്മായിക്ക് ഇഷ്ടമല്ലല്ലോ, അമ്മായിക്ക് ഇപ്പോഴും നയനടുത്തിയ ദേഷ്യമല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നവ്യയ്ക്ക് പറയാൻ നിവർത്തിയില്ല. എന്താ വെച്ചാൽ ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ, ഇവരുടെ തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് അത് പറയാൻ നിവർത്തിയില്ല. അപ്പോൾ പറയും, അതൊന്നും സാരമില്ല, പിന്നെ എന്തായാലും നീ എന്നും വന്നാൽ മതി. ഇനിയിപ്പോൾ നീ റൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പോൾ അബി പറയും, 28 കഴിഞ്ഞ് നൂലിട്ട് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ നിന്നെയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ, പിന്നെ അവിടെ നിങ്ങളില്ലാണ്ട് ശരിയാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ റൂമിൽ ബഹളമാവും എന്നറിയും. അതൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും, നമ്മുടെ കുഞ്ഞു നീയും അല്ലേ എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ അബി കൃത്രിമാണെങ്കിലും അബി അങ്ങനെയൊക്കെ പറയുമ്പോൾ പാവം നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്, ഇവന് മാറ്റം സംഭവിച്ചോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ പറയും, അതിനിടെ നീ ഭക്ഷണം കഴിച്ചോ, നീ കുറേ നാൾ കൂടിയിട്ട് വന്നതല്ലേ, ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം തേലും കുടിക്കാണ്ടെങ്കിൽ കൂടെ പോവാം, എന്നെന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം ഒരുമിച്ച്, എന്നിട്ട് ഞാനെല്ലാം എടുത്ത് വെക്കട്ടെ എന്നിട്ട് നവ്യ അവിടെ നിന്ന് നീച്ചു പോവുക. അപ്പോൾ മനസ്സിൽ പ്രാഗാണ്, വലിയൊരു രക്തരക്ഷസാണ് ഇപ്പോൾ എന്നെ പിടികൂടിയത്, അതായത് അനഘ. അതിനെ ഒന്ന് മരക്കി നിർത്തണമെങ്കിൽ ഈ രാക്ഷസീനെ ഒന്ന് സ്നേഹിച്ചേ പറ്റുള്ളൂ. കാരണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവളെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമല്ലോ, അതിന് ഇവളോട് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നറിയാണ്. കാരണം അവൻ്റെ ദുഷ്ട മനസ്സാണത്. അപ്പോൾ അവൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇവൾ സപ്പോർട്ട് ചെയ്യാൻ ഇവളുണ്ട് എന്നുള്ള ഭാവമാണ് ഇപ്പോൾ അബിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയും കൂടെ ഇങ്ങനെ കാറിലിങ്ങനെ കയറി പോവാണ്. അപ്പോൾ പറയും, മോൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്ന് നോക്കും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടല്ലോ, അറിയോ, അത് പറ്റില്ല, വിഷു അല്ലേ, എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പറഞ്ഞു, ആദർശേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടമ്മേ അറിയും, അതൊന്നും സാരില്ല, ഞാൻ വാങ്ങിച്ചു തരണ്ടേ, ഞാനത് വാങ്ങിച്ചു തരും. പിന്നെ എന്താ പറയുക, മോള് പിന്നെ ഒരു ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നോളേ, വീട്ടിൽ ഞാൻ കൊണ്ടാക്കണം വയ്ക്കുമ്പോൾ വേണ്ടമ്മേ ഞാൻ പോന്നോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, ഒരു കാര്യം ചെയ്യൂ, അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്താണ് നോക്കിട്ടോ, എന്തായാലും അനാമിക അവിടെ ഉള്ളതല്ലേ അമ്മ, അനാമികയ്ക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം വിഷുവായിട്ട്, അവൾക്കും സന്തോഷമാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ്. അത് ചെയ്യണം, അല്ലെങ്കിൽ അവൾക്കതൊരു വിഷമാവും, ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ, അപ്പോൾ അവളല്ലേ അവിടെ ഉള്ളത്, അപ്പോൾ അമ്മ അതൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശരി ഞാൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെയുള്ള ഇതിലാണ് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അവർ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുക. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ നിന്നിങ്ങനെ ഉമർത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ സംസാരിക്കുമ്പോഴാണ് ദേവയാനി ചെല്ലുന്നത്. നമ്മുടെ മൂത്ത മരുമകൾ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയും അച്ഛൻ. അപ്പോൾ പറയും, മോളെ നീ വിഷുവിന് നീ എവിടെയായിരുന്നു ഇത്രയും നേരം നിൽക്കുമ്പോൾ? അച്ഛൻ ഞാനൊന്ന് പുറത്ത് പോയതായിരുന്നു പറയുമ്പോൾ, വിഷുവിൻ്റെ പർച്ചേസ് ആവുമല്ലേ, എല്ലാം വാങ്ങിച്ചോ മോളെ വയ്ക്കുമ്പോൾ, എല്ലാം വാങ്ങിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എല്ലാം വാങ്ങിച്ചു എന്ന് പറയും. ഇത് ഒരു അച്ഛനും അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് രണ്ടാൾക്കും ഉള്ള കയ്യിലുണ്ടാവും, അത് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് പറയും, നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു, നീ നിൻ്റെ മരുമകൾക്ക് വാങ്ങിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ പറയും. അപ്പോൾ ദേവയാനൊന്നും മിണ്ടുന്നില്ല, കാരണം അവൾക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഈ വരുന്നത്. പക്ഷേ ഇവരെ മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയും, ഞാനെന്തിനു വാങ്ങിച്ചു കൊടുക്കണം, അവൾക്ക് ആദർശ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ ജയേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അജയനും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പുറമെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ
എന്നൊക്കെ പറയും. അങ്ങനെയല്ലല്ലോ മോളെ, നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. പിന്നെ നല്ലൊരു വിഷു അല്ലേ വരുന്നത്. മോളിവിടെ ഇല്ലാത്തതിൻ്റെ ശരിക്കും ആ കുറവ് നന്നായിട്ട് അറിയാണ്ട്, പക്ഷേ അവൾക്ക് എന്തെങ്കിലും വിഷുവായിട്ട് നീ തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയും. ഓ എനിക്കൊന്നും വയ്യ കൊടുക്കാൻ എന്നൊക്കെ പറയും. അപ്പോൾ പറയും നീ അങ്ങനെ പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ ആ നയന തന്നെയാണ് വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയും, ഓ അവൾക്ക് ആ അഹങ്കാരിയായ എനിക്ക് കരൾ തന്നൊരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ കാര്യം അച്ഛനും അമ്മയൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്ക്, കാരണം അവൾ പക്ഷേ സ്ഥലത്തില്ല എന്നാണ് ആദർശ് പറഞ്ഞത്. ആർക്കും അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. എന്തായാലും ആ കുട്ടി എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ നിലനിർത്തിയതില്ല, അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ. ഇപ്പോൾ ആദർശോ ജയേട്ടനോ ഒന്നും ആ കുട്ടിയെക്കുറിച്ച് പറയുന്നില്ല. ആ കുട്ടി സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്. ആ കുട്ടിക്കല്ലേ വല്ലതും വാങ്ങി കൊടുക്കേണ്ടത്, അല്ലാണ്ട് എൻ്റെ ഈ അഹങ്കാരിയായ മരുമകൾക്കല്ലല്ലോ വാങ്ങി കൊടുക്കേണ്ടത് എന്നറിയാം. അപ്പോൾ മുത്തശ്ശനെ മുഖം ഒരുമാതിരി ആവട്ടോ. അപ്പം ശരി ശരി എന്നാൽ നീ ചെല്ലുക എന്നറിയും. കാരണം കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ വായിൽ തന്നെ ചിലപ്പോൾ നയനയാണ് അതൊന്ന് വരുമെന്ന് വിചാരിച്ചിട്ടേ. കാരണം നമ്മുടെ ദേവയാനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പറയും, മുത്തശ്ശൻ പറയുന്നത് കണ്ടോ പറയേണ്ടത് അഹങ്കാരിയായ മരുമകൾ എന്ന്. അവൾ ഇനി എന്നാ മനസ്സിലാക്കുക മോളാണ് ഇങ്ങനെ കരൾ കൊടുത്തെന്നുള്ള എന്നാ മനസ്സിലാക്കുക എന്നൊക്കെ പറയും. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നിലത്ത് നിർത്തൂല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എന്താണ് നയന പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒക്കെ അബി പോയിട്ടുണ്ട്. അപ്പോൾ അബി പോയി വയ്ക്കുമ്പോൾ ആ പോയി മോളെ എന്ന് പറയും. അപ്പോൾ പറയും അബിക്ക് പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അറിയും. വിശ്വസിക്കേണ്ട, ഞാൻ അമ്മോട് അതിനെ പറഞ്ഞത്, വല്ലാണ്ട് വിശ്വസിക്കൊന്നും വേണ്ട. കാരണം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അഭിനയം എന്നൊക്കെ അറിയാതെ നവ്യേച്ചിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാമല്ലോ എന്നൊക്കെ അറിയും. അപ്പോൾ നയന പിന്നെ ഇതെന്താ മോളെ വയ്ക്കുമ്പോൾ ഇത് അമ്മ നിങ്ങൾക്കൊക്കെ വിഷുക്കോടി എടുത്തു തന്നാണ് അറിയും. വിഷുക്കോടി വയ്ക്കും. അപ്പോൾ പറയും അതെ ഇതിപ്പോൾ നോക്കട്ടെ അറിയും. അപ്പോൾ പറയും ഇതിൻ്റെ ബില്ല് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി, അത്രയ്ക്കുണ്ട് എന്നറിയാം. എന്നിട്ട് അങ്ങനെ 2 സാരിയാണ് പിന്നെ കനകിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, അതേപോലെ നവ്യയ്ക്കും ഒക്കെ എടുത്ത് കൊടുക്കുന്നതൊക്കെ നല്ലത്. പിന്നെ നന്ദുവിന് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ പറയും നിനക്ക് നീ കരൾ കൊടുത്ത് ജീവൻ നിലനിർത്തിയതല്ലേ അവരെ, അപ്പോൾ അതിൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പ്രകടിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താണ് ഇതൊക്കെ. എന്നാലും മോളെ അത് പിന്നെ കനകയല്ലേ, സ്വർണ്ണം പണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കനകയുടെ കണ്ണ് മഞ്ഞൊലിക്കുമല്ലോ. അപ്പോൾ പറയും എന്തായാലും പിന്നെ ഭാഗ്യമാണ് മോളെ നിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അനി വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. 1-2 പ്രാവശ്യം റിങ് ചെയ്യുമ്പോഴും അവൾ ഫോൺ എടുക്കില്ല. ഞാൻ എടുക്കില്ല, ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇത് എല്ലാവരും പറഞ്ഞതാണ് നയന. പിന്നെ അപ്പോൾ ദേവയാനി പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ പിന്നെ നന്ദു കേട്ടോ. അപ്പോൾ പറയും മോളെ നീ ഒരിക്കലും നീ അനിയെ പ്രോത്സാഹിപ്പിക്കരുത്. അനാമിക എന്തായാലും അവിടെ അവൻ്റെ ഭാര്യയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ തമ്മിലൊരു പ്രശ്നമാവരുത്, അത് എല്ലാവർക്കും വിഷമാവും. അങ്ങോട്ട് മോള് ഒരിക്കലും ഇനിയിപ്പോൾ അനി വിളിച്ചാൽ തന്നെ മോൾ ഫോൺ എടുക്കാൻ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പിന്നെ ഇത് നമ്മുടെ ദേവയാനി പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ് നന്ദു കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഫോൺ എടുക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ അനു അറിയും എങ്ങനെയായാലും സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുകയാണെങ്കിൽ എത്ര നന്നായി, അതൊന്ന് കേൾക്കാൻ ഇവളെന്താ ഫോൺ എടുക്കാത്തത് എന്ന് നോക്കട്ടെ. ഫുൾ റിങ് 2 പ്രാവശ്യം അടിച്ചല്ലോ, ഇനി കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനി കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുക പിന്നെ എന്താണ് നമ്മളെ നന്ദു ആകെപ്പാടെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനി വിളിക്കുകയാണ് നമ്മളെ നയനേനെ. അപ്പോൾ നയന ഫോൺ എടുക്കും. അപ്പോൾ മോളെ എന്താണ് എന്തായി, വിഷുക്കണിയൊക്കെ ഒരുക്കിയോ, എന്തായി എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഇല്ല അമ്മേ, വിഷുക്കണി ഒരുക്കാൻ നിൽക്കുന്നുള്ളൂ, എല്ലാവരും ഉണ്ട്, ഒരുക്കാൻ നിൽക്കുകയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും എന്തേ അമ്മ അവിടെ ഒരുക്കി വെച്ചില്ല, എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക, മോളില്ലാത്തതിൻ്റെ ശരിക്കും അറിയാനുണ്ട് ഇവിടെ വിഷുക്കണി ഒരുക്കാനെന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ ആദർശ് വിളിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല അമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല, സാധാരണ വിളിക്കേണ്ടതാണ്, ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ഞാനും അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കട്ടെ എന്താണാവോ വിളിക്കാത്തതെന്ന് അറിയില്ല പറയും. അപ്പോൾ ഓക്കെ മോളെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുവൊക്കെ വിഷ് ചെയ്തിട്ട് വിഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, മോൾക്ക് വിഷു കൈനീട്ടം തരാൻ വേണ്ടി രാവിലെ വരുന്നുണ്ട് പറയും. അപ്പോൾ എപ്പോഴാണ് അമ്മ വരിക എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ വരാം, ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മോള്
ഇനിയിപ്പോൾ എന്തായാലും നന്ദു പോയിട്ടല്ലേ ഉള്ളൂ വരികയായിരിക്കുമ്പോൾ അതെ നന്ദു മറ്റന്നാൾ പോവില്ല, വിഷു കഴിഞ്ഞിട്ട് പിറ്റേന്ന് നന്ദു പോകും, അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നയന. അങ്ങനെ ഒരു ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ ഇവർ വിഷുക്കണി ഒരുക്കുകയാണ്, എല്ലാവരും കൂടെ നിന്ന് വിഷുക്കണി ഒരുക്കുകയാണേ. വിഷുക്കണി ഒരുക്കുമ്പോൾ പറയും നവ്യ അറിയും ശരിക്ക് പിന്നെ എന്താണ് മറ്റേ നീ ഇല്ലാത്തത് അനന്തപുരിയിൽ ശരിക്കും അറിയാണ്ട് നിൻ്റെ വിഷുക്കണി ഒരുക്കുന്ന അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം അവരെല്ലാവരും കൂടെ ചെയ്യട്ടെ, ഇപ്രാവശ്യം നീ ഇല്ലല്ലോ എന്നറിയും. അപ്പോൾ പറയും എന്തിനാ ചേച്ചി അങ്ങോട്ട് പോണത്, അവിടെ നമ്മൾ വിഷു നല്ലൊരു ദിവസത്തോടു കൂടി കണി കാണണം, നല്ലൊരു ദിവസമാവണം, അനാമിക അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു നല്ല ദിവസം ആവില്ല, അത് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവളുടെ ആദ്യത്തെ വിഷുവല്ല, അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാനും പോവാത്തത്. പിന്നെ നന്ദു നാളെ കഴിഞ്ഞ് പോവും ചെയ്യല്ലേ, അപ്പോൾ ഇവിടെ കൂടാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും അത് ശരി തന്നെയാണ് എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ നന്ദു അനാമിക വിഷയം എടുത്തിരുമ്പോൾ നന്ദു ഇങ്ങനെ സൈലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എന്തൊക്കെയായാലും അനിയുടെ ഭാര്യയല്ലേ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊന്നും രണ്ടും പറഞ്ഞ് പിന്നെ വഴക്കാവും, അപ്പോൾ അതിലും ഭേദം ഞാനിവിടെ നിൽക്കുന്നതല്ലേ, ഇവിടെ ആകുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അബിയുടെ കാര്യം എടുത്തിട്ട് അപ്പോൾ പറയും അബിക്ക് എന്തായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയും അതത്ര വിശ്വസിക്കൊന്നും വേണ്ട അമ്മേ, അവൻ എന്തോ ഒരു കാര്യസാധ്യത ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അവനിങ്ങനെ സ്നേഹിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട, എന്നാലും ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇവിടെ അനി പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനി കൂട്ടുകാരടുത്തല്ലോ പറയും എന്താ ഈ നന്ദു വരാഞ്ഞത്, അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നത്, എന്താ നന്ദു വരാഞ്ഞത്, നന്ദു വന്നില്ലല്ലോ, അത് എന്ത് പണിയാന്ന് പറയുമ്പോഴേക്കും അനി അങ്ങോട്ട് ചെല്ലുക, പറയും എടാ നന്ദു വന്നില്ലല്ലോ, പിന്നെ നന്ദു വരാത്തത് എന്താ എന്ന് ചോദിക്കാണ്. അപ്പോൾ പറയും ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, അപ്പോൾ നിങ്ങൾ വിളിച്ചില്ലേ നന്ദുവിനെ ചോദിക്കും അനി. അപ്പോൾ ഞങ്ങൾ വിളിച്ചില്ല, നീയല്ലേ വിളിക്കേണ്ടത്, ഞങ്ങളാണോ വിളിക്കേണ്ടത്, നീ വിളിക്കുകയെന്നറിയാം. അപ്പോൾ പറയും ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ലടാ എന്ന് പറയും. എന്നാൽ വീട്ടിലെ പ്രശ്നമായിട്ടുണ്ടാവും, അതാവും ഞാൻ എല്ലാവരും കൂടെ ഉപദേശിച്ചിട്ടുണ്ടാവും അവളെ, അതുകൊണ്ടാവും അവൾ ഫോൺ എടുക്കാത്ത പറയുമ്പോൾ. അതെങ്ങനെ ശരിയാവും, അവൾ നാളെ കഴിഞ്ഞ് പോയാൽ പിന്നെ അവൾക്ക് കാണാൻ എനിക്ക് അവളെ കിട്ടില്ലടാ, അതുകൊണ്ടാണ് എന്നറിയാം. പറയും എനിക്ക് ലേശം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ മദ്യപിച്ചായിരുന്നു, അങ്ങനെ മദ്യപിക്കാൻ. അപ്പോൾ പറയും നീ വെറുതെ വേണ്ടാത്തതിന് നിൽക്കേണ്ട, നിൻ്റെ കല്യാണത്തലേന്ന് നീ കാട്ടിയ ആ അലമ്പായതാണ്, നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുടുംബം അല്ലെങ്കിൽ നാട് മുഴുവൻ അറിയുന്ന ഒരു കുടുംബമാണ്, നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ അവർക്കും കൂടി അതിനെ നാണക്കേടാവുക, ഇനി അങ്ങോട്ട് നീ വേണ്ടാത്തതിന് നിൽക്കല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അറിയാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക, അവളെന്താ ഫോൺ എടുക്കത്ത, അവൾക്ക് എന്താ ഒന്ന് വന്നറിയും. അപ്പോൾ അറിയും നിൻ്റെ അടുത്ത് തന്നെ തെറ്റ് പറ്റിയതാണ്, നമുക്ക് നീ ഏട്ടനോട് പറയുന്നില്ലേ കല്യാണത്തിൻ്റെ മുന്നേ, നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, നീ മിണ്ടാണ്ടിരുന്നു, ഇപ്പോൾ അവളെ വീട്ടുകാരും അത് എതിർക്കല്ലേ ചെയ്തത്, അത് നിൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ്, ഇപ്പോൾ നീ കടന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് കൂട്ടർക്കും ദേഷ്യം വരും. അപ്പോൾ നിങ്ങളൊന്ന് നിർത്തുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക, അറിയുന്നത് നിങ്ങൾ പോയി കൂട്ടിയിട്ട് പറയും. അപ്പോൾ പറയും ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ അമ്മ ഞങ്ങളെ മെക്കിട്ട് കയറാൻ വരും, ഞങ്ങൾ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങളാണ് കൊണ്ടുപോയി വഴി തെറ്റിക്കണമെന്ന് പറയുന്നു. വഴി തെറ്റിക്കുക, എങ്ങനെ അവളെ വഴി തെറ്റിക്കുന്നത് നിങ്ങൾ പറയാം, അങ്ങനെയാണ് അവളെ അമ്മ പറയുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയിട്ട് അവളെ കൂട്ടിയിട്ട് വരാടാ, നീ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കും. അപ്പോൾ പറയും നിങ്ങൾ പോയി അവൾ വരുമോ എന്ന് വയ്ക്കുമ്പോൾ അറിയില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് അവളെ എങ്ങനെയെങ്കിലും കൂട്ടി വരാൻ പറ്റുമോ നോക്കട്ടെ എന്നറിയണേ. അപ്പോൾ ഇവർ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങോട്ട്, ഫോൺ ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ ഇവരെ കൊണ്ട് അനി വിളിപ്പിക്കേണ്ടത്, നിങ്ങളൊന്ന് വിളിച്ച് നോക്കുമ്പോൾ വിളിക്കുക. അപ്പോൾ നീ എന്താ നന്ദു വരാത്തത് പറയും. അപ്പോൾ പറയും ഞാൻ വരുന്നില്ലടാ പറയും. അതെന്താക്കും, ഇല്ല എന്നെ വിളിക്കേണ്ട, ഞാൻ വരിലേക്ക് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പറയും അവൾക്ക് വരാൻ പറ്റില്ല എന്നാണല്ലോ പറയേണ്ടത്, ഇനി എന്താ ചെയ്യാമെന്ന് വയ്ക്കുമ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, നിങ്ങളൊന്ന് പോയി വിളിച്ചിട്ട് വാ എന്ന് പറയും, അല്ലാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയണ്ട അനി. അപ്പോൾ പറയും പിന്നെ എന്തായാലും ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനി റെഡി. അപ്പോൾ വേണ്ട നീ വരണ്ട, നീ വന്നാകെ പ്രശ്നമാവും, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളെങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാർ പോവുകയാണ് നമ്മുടെ നന്ദുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, അനിങ്ങനെ ആകെ കൂട്ടിൽ പെട്ട വെരുകിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. കാരണം നന്ദു നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ പോകും. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ക്യാമ്പിൻ്റെ അങ്ങോട്ട് പോയിക്കൂടെ അറിയുമ്പോൾ, ഇങ്ങനെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും അവളെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളെ ഒന്ന് കണ്ടേ പറ്റൂ അവനെ. അപ്പോൾ അതാണ് പ്രാന്തെടുത്ത പോലെ നടക്കുകയാണ് ഇനി. എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് നല്ല തരക്കേടില്ലാത്തൊരു എപ്പിസോഡ് തന്നെയാണ് വന്നത്. പിന്നെ എന്താ വെച്ചാൽ കുറേ റിപ്പീറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ആരും മിസ് ചെയ്യേണ്ട എൻ്റെ കഥ കേൾക്കണം, രാധാസ് ഹോമിലി കിച്ചൺ അതാണ്. അപ്പോൾ അതിൻ്റെ കഥ, ഞാൻ പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു ലൈക്കൊക്കെ തരണം കേട്ടോ. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണേ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിർത്തുന്നു. താങ്ക് യു.